Hi dears, just a couple of lessons more to study. That is society dead and conceptual fruit. Now let's move on to the next lesson. That is the second last lesson of our textbook. Is society dead? Is Society Dead by Andrew Sullivan. Do you know who is this Andrew Sullivan? Please turn over page number 172. Andrew Sullivan is a British author, editor and blogger in the United States. ആൻഡ്രൂ സലിവൻ ഒരു ബ്രിട്ടീഷ് ഓഥറാണ്, ഒരു റൈറ്ററാണ്. ഈ ലെസൺ നമ്മുടെ സൊസൈറ്റി ഡെഡ്. This article on iPod generation appeared in The Times Online on February 20, 2005. ഈ ലെസൺ ഇതൊരു ആർട്ടിക്കിളാണ്, ഒരു ന്യൂസ് പേപ്പറിൽ 2005 ആൻഡ്രൂ സലിവൻ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ഈ എസ്സേ, അല്ലെങ്കിൽ ഇതൊരു ആർട്ടിക്കിളാണ്. ദാറ്റ് ഈസ് സൊസൈറ്റി ഡെഡ്. പ്ലീസ് ടേൺ ഓവർ പേജ് നമ്പർ 169. പേജ് നമ്പർ 169 ഒന്ന് നോക്കൂ. ദ റൈറ്റർ ആസ്ക്സ്, ഈസ് സൊസൈറ്റി ഡെഡ്? നമ്മുടെ സൊസൈറ്റി ഡെഡാണോ? ഈ ആർട്ടിക്കിൾ ഐപോഡ് ജനറേഷനെ കുറിച്ച് പറയുകയാണ്. ഐപോഡ് കേട്ടിട്ടുണ്ടായിരിക്കും, പാട്ട് കേൾക്കാൻ വേണ്ടി ഉള്ള ഒരു ഡിവൈസ് അല്ലേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് പാട്ട് കേൾക്കാം, വീഡിയോ കാണാം, സിനിമ കാണാം അല്ലേ. എന്നാൽ ഐപോഡ് ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്ന ഒരു ജനറേഷനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ഒന്ന് നോക്കൂ. Are you familiar with the iPod generation? You may have seen them at railway stations, busy cityscapes, and at times in remote villages too. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. Perhaps you yourself may be one among them. ചിലപ്പോൾ ഇതിലൊരാൾ നമ്മളായിരിക്കാം. What is special about this generation? ആൻഡ് ഹൗ ഡു യു ഡിസ്റ്റിങ്വിഷ് ദം? ഇങ്ങനെയുള്ള ഈ ഐപോഡ് ജനറേഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഹൗ ഡു യു ഡിസ്റ്റിങ്വിഷ് ദം? എങ്ങനെ നമുക്കവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, തിരിച്ചറിയാനാകും? നൗ read on to know more about the ultra modern representatives of today's youth. Ultra modern means the most modern representatives of today's youth. Okay, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ അൾട്രാ മോഡേൺ റിപ്രസെൻറ്റേറ്റീവ്സ് ആയ ചില ഐപോഡിലെ ആൾക്കാരെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, അതാണ്, ദാറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ. ഈസ് സൊസൈറ്റി ഡെഡ് ബൈ ആൻഡ്രൂ സലിവൻ. ഓക്കെ, നൗ ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ്. I was visiting New York last week and noticed something I would never thought I would say about the city. Yes, nightlife is pretty much dead and I am in no way the first to notice that. ലാസ്റ്റ് വീക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ആൻഡ്രൂ സലിവൻ കണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ലെസൺ വളരെ ഡീറ്റെയിൽഡായിട്ട് അറിയണ്ട, ജസ്റ്റ് ഒരു സമ്മറി, എന്താ കാര്യമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ന്യൂയോർക്ക് സിറ്റിയിലെ നൈറ്റ് ലൈഫ് ഏകദേശം ഡെഡാണ്. But day life, that insane mishmash of yells, chatter, hustle and chutzpah was a little different. It was quieter. New York City's day life, a mishmash, that is confusion of yells, bahalam, chatter, hustle, chutzpah. Chutzpah means extreme self-confidence. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഡിഫറെൻ്റാണ് ഡേ ടൈം. ഓക്കെ, എൽസ്, ചാറ്റർ, ഹസിൽ, ഹട്സ്പ ദാറ്റ് ഇസ് എ ഹീബ്രു വേർഡ് ദാറ്റ് മീൻസ് ആകെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉള്ള ആൾക്കാർ അല്ലേ, വളരെ പ്രൗഡായിട്ട് നടക്കുന്നവർ, ആകെ ബഹളമാണ് ന്യൂയോർക്ക് സിറ്റി. റൈറ്റ് സൈഡിലൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഡേ ലൈഫ് ഇൻ ന്യൂയോർക്ക് ഈസ് പവർഫുള്ളി പ്രസൻറ്റഡ് ഇൻ ദീസ് ലൈൻസ്.
Suppose you describe the same in your own city. What points will you note? ഇതുപോലെ നമ്മുടെ സിറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റിയെക്കുറിച്ച് നമുക്ക് എഴുതും, അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. Manhattan's downtown is a new Disney-like string of malls, riverside parks, and pretty upper middle-class villages. But there was something else, and as I looked across the throngs on the pavements, I began to see why. Throngs means crowds of people. ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടൻ ടൗണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. There were little white wires hanging down from their ears or tucked into pockets, purses or jackets. ഈ റൈറ്റർ നോക്കുമ്പോൾ അവരുടെ ഇയേഴ്സിൽ നിന്ന് വൈറ്റ് വയേഴ്സ് അത് പോക്കറ്റിലോ പേഴ്സിലോ ജാക്കറ്റിലോ ഒക്കെയാണ് പോയി നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഹെഡ്സെറ്റിലെ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ, അല്ലേ? The eyes were a little vacant. Each was in his or her own musical world, walking to the soundtrack. Stars in their own music video, almost oblivious to the world around them. Oblivious means ignoring. These are the iPod people. ഇതാണ് iPod ജനറേഷനിലെ ആൾക്കാർ. Even without the white wires, you can tell who they are. They walk down the street in their own MP3 cocoon, bumping into others, deaf to small social cues, shutting out anyone out in their bubble. ഇവരാണ് ഐപോഡ് ജനറേഷനിലുള്ളവർ. MP3 കൊക്കൂണിലുള്ളവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊക്കൂണിനെ പോലെ അങ്ങനെ അവർ ആ ലോകത്ത് മുഴുകി നടക്കുന്നു. Every now and again, some start unconsciously emitting strange toneless squawks like badly tuned radio, and their fingers snap on their arms, twitch to some strange soundless rhythm. Badly tuned radio പോലെ ചില സമയത്ത് ചില ഹാർഷ് നോയ്സ് വരുന്നുണ്ട്. When others say, "Excuse me," there is no response. ഹായ്, ഡിറ്റോ. ഡിറ്റോ എന്ന് പറഞ്ഞാൽ ഒരാൾ ഹായ് പറയുമ്പോൾ അതുപോലെ തിരിച്ചൊരു ഹായ്. ഇറ്റ്സ് സ്ട്രേഞ്ച് ടു ബി എമോങ് സോ മെനി പീപ്പിൾ ആൻഡ് ഹിയർ സോ ലിറ്റിൽ എക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഹിയറിങ് സോ മച്ച്. അവർ ധാരാളം കേൾക്കുന്നെങ്കിലും ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. Now turn over the next page, page number 170. Yes, I might as well own up. I am one of them. I witnessed the glazed New York looks through my own glazed pupils, my white wires peeping out of my ears. I joined the cult. Cult means group. A few years ago, the sect of the little white box worshippers. റൈറ്റർ പറയുകയാണ്, ഞാനും ഈ കൂട്ടത്തിൽ ചേർന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. Others began as I did with a Walkman and then a kind of clunkier MP3 player. But this sleekness of the iPod won me over. Unlike other models, it gave me my entire music collection to rearrange as I saw fit on the fly in my pocket. മറ്റെല്ലാവരെയും പോലെ ഈ ഓഥറിന് ഇത് ബെനിഫിറ്റായി തോന്നി. കാരണം എല്ലാം ഒരുമിച്ചാക്കി പോക്കറ്റിനകത്ത് ഫുൾ സോങ്സ് വയ്ക്കാം. വാട്ട് വാസ് വൺസ് ആൻ ഒക്കേഷണൽ മ്യൂസിക്കൽ ഡൈവേർഷൻ ബിക്കെയിം എ കമ്പൽസീവ് ഒബ്സഷൻ. കമ്പൽസീവ് മീൻസ് ഫോഴ്സ്ഫുൾ. ഒബ്സഷൻ, ഡു ദ സെയിം തിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. നമുക്ക് വീണ്ടും വീണ്ടും ആ പാട്ട് കേൾക്കാം. നല്ല സൗകര്യമാണ് ഈ ഐപോഡിലൂടെ. ആൻഡ് ലൈക്ക് ഓൾ അഡിക്റ്റീവ് cults, it's spreading. Cult means a group. It is spreading. Walk through any airport in the United States these days and you will see person after person gliding through the social either as if on
autopilot. Get on a subway and you are surrounded by a bunch of step-forward commuters staring into mid-space as if anesthetized by technology. Anesthetized എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ മയക്കുന്നതാണല്ലേ. ഇതിന് നമ്മൾ മയക്കുകയാണ്. സ്മാർട്ട് ഫോൺ, ഐപോഡിലെല്ലാം നമ്മൾ മയങ്ങുകയാണ്. Don't ask, don't tell, don't overhear, don't observe. Just tune in and tune out. ഈ ഐപോഡ് ജനറേഷനിൽ മുങ്ങിയിരിക്കുന്നവരുടെ ഒരു മനോഭാവമാണ് ഡോണ്ട് ആസ്ക്, ഡോണ്ട് ടെൽ, ഡോണ്ട് ഓവർഹിയർ, ഡോണ്ട് ഒബ്സർവ്. നമ്മോടൊന്നും ചോദിക്കരുത്, പറയരുത്, അല്ലേ? It wouldn't be so worrying if it were in part of something even bigger. You get your news from your favorite blogs, the ones that won't challenge your view of the world. You tune to a satellite radio service that also aims directly at a small market for new age fanatics. Fanatics means love their things too much. അവരവരുടെ സാധനങ്ങളിൽ മാത്രം കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫെനറ്റിക്സ് എന്ന് പറയുന്നത്. ലിബറൽ ടോക്ക് ഓർ മോഡേൺ റോക്ക്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വിടുകയാണ്. ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിക്കേണ്ട. ടെലിവിഷൻ ഈസ് ഓൾ കേബിൾ. Your cell phones can receive email feeds of your favorite blogger's latest thoughts seconds after he has posted them, or get sports scores for your team. അല്ലേ, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. Technology has given us a universe entirely for ourselves. ടെക്നോളജി അത്രത്തോളം ഡെവലപ്പായി. The serendipity of meeting a new stranger. Serendipity എന്ന് പറഞ്ഞാൽ occurrence by chance, നമ്മൾ യാദൃച്ഛികമായി അവരെ കണ്ടുമുട്ടുക. Serendipity of meeting a new stranger, hearing a piece of music we could never choose for ourselves, or an opinion that might force us to change our mind about something, are all effectively banished. ഇപ്പോൾ എല്ലാം നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മുടേതായ ആ ഒരു ലോകത്തിലാണ്, അല്ലേ, സൈബർ വേൾഡിലാണ്. Atomization by little white boxes and cell phones. Society without the social. ഇപ്പോൾ എല്ലാം ആറ്റമൈസേഷനാണ്. സൊസൈറ്റി വിത്തൗട്ട് ദ സോഷ്യൽ. അണ്ടർലൈൻ ദാറ്റ് പോയിൻറ്റ്. നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി വിത്തൗട്ട് ദ സോഷ്യൽ, അല്ലേ? Others who are chosen, not met at random. Human beings have never lived like this before. മുൻകാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല. മുൻകാലങ്ങളിൽ നല്ലൊരു സൊസൈറ്റി ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പോഴും സോഷ്യൽ ലൈഫുണ്ട്, but that is in our smartphones. Yes, we have always had homes, retreats or places where we went to relax, unwind or shut out the world. But we didn't walk around the world like hermit crabs with our isolation surgically attached. നമ്മളിതൊന്നും വിട്ട് പോകാറില്ല. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ പറഞ്ഞു പോകുന്ന അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് പേജ്. മ്യൂസിക് വാസ് വൺസ് ദ പ്രിസർവ് ഓഫ് ദ ലിവിങ് റൂം ഓർ ദ കൺസേർട്ട് ഹാൾ. ഒരു കാലത്ത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാളിലിരുന്ന് എല്ലാവരും കേൾക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു കൺസേർട്ട്, ഒരു മ്യൂസിക് കേൾക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു സംഭവമായിരുന്നു. ഇറ്റ് വാസ് സംടൈംസ് സോളിറ്ററി, ബട്ട് ഇറ്റ് വാസ് പ്രൈമറിലി എ ഷെയർഡ് എക്സ്പീരിയൻസ്. സംടൈംസ് ദാറ്റ് ബ്രോട്ട് പീപ്പിൾ ടുഗദർ. മുൻകാലങ്ങളിൽ ആളുകൾ ഒരുമിച്ചിരുന്ന് ഷെയർഡായിട്ട് മ്യൂസിക് കേൾക്കുമായിരുന്നു. ബട്ട് മ്യൂസിക് ഈസ് ആസ് ആറ്റമൈസ്ഡ് നൗ ആസ് ലിവിങ് ഈസ്. ഇപ്പോൾ അതും ആറ്റമൈസ്ഡ് ആയിട്ടുണ്ട്, അല്ല, എല്ലാവരും ഒരേ മ്യൂസിക് അല്ല കേൾക്കുന്നത്, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കാണ്. ആൻഡ് ഇറ്റ്സ് സീക്രട്ട്. ഇപ്പോൾ അത് സീക്രട്ട് പോലെയാണ് ഓരോരുത്തരും പേഴ്സണലായിട്ട് കേൾക്കുന്നത്. ദാറ്റ് ബ്ലോക്ക് നെക്സ്റ്റ് ടു യു. ദാറ്റ് ബ്ലോക്ക് മീൻസ് ഫെലോ. ദ പേഴ്സൺ that is next to you on the bus could be listening to heavy metal or a Georgian chant. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ബസ്സിലിരിക്കുന്ന നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ ഹെഡ്സെറ്റ് വെച്ച് അവരവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡായിരിക്കും അവർ കേൾക്കുന്നത്. You will
never know, and so bit by bit you will never really know him. അല്ലേ, നമുക്കത് കേൾക്കാനേ പറ്റില്ല. ആൻഡ് ബൈ ഹിസ് വൈറ്റ് വയേഴ്സ് ഹി ഈസ് ഇൻഡിക്കേറ്റിംഗ് ഹി ഡസൻ റിയലി വാണ്ട് ടു നോ യു. അവർ ഇപ്പോൾ നിങ്ങൾ ഞാൻ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലിരിക്കുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് നമ്മുടേതായൊരു ലോകത്തിലാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ല. അതുപോലെ അവരെന്താ കേൾക്കുന്നത് അല്ലെങ്കിൽ അവരെന്താ കാണുന്നതെന്ന് നമ്മളും അന്വേഷിക്കാറില്ല അല്ലേ. അതാണ് നമ്മുടെ ഇപ്പോഴത്തുള്ള ആറ്റോമൈസേഷൻ. What do you get from this? The chance to slip away for a while from everydayness, to give your lives its own soundtracks, to still the monotony of the commute, to listen more closely and carefully to music that can lift you up and can keep you going. അങ്ങനെ എല്ലാവരും അവരവരുടേതായ ലോകത്തിൽ പോവുകയാണ്. We become masters of our own interests, more connected to people like us over the internet, more instantly in touch with anything we want, need or think we want and think we need. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സംസാരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. We become masters of our own interest, more connected to people like us over the internet, more instantly in touch with anything we want, need or think we want and think we need. അല്ലേ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അതിലേക്ക് പോകുന്നു. But what are we missing? That hilarious means funny, shared, means broken pieces of an overheard conversation that stays with you all day. ബട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഇൻ്റർനെറ്റ് കൊക്കൂൺ അല്ലെങ്കിൽ MP3 കൊക്കൂണിലേക്ക് മുഴുകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മിസ്സിങ് ആവുന്നത്? വാട്ട് ആർ വി മിസ്സിങ്? The child whose chatter on the pavement takes you back to your earlier memories. Bird song, weather, accents, the laughter of the others. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ നമ്മൾ മിസ് ചെയ്യാണ്. And those thoughts that come out by filling your head with selected diversion, but by allowing your mind to wander aimlessly through the regular background noise of human and mechanical life. നമ്മളൊരു മെക്കാനിക്കൽ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നു. External stimulation can crowd out the internal mind. Even the boredom that we flee has its uses. We are forced to find our own means to overcome it. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ബോർ മാറ്റുന്നതിന് വേണ്ടി അവരവരുടെ രീതി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. Not so long ago, I was on a trip and realized I had left my iPod behind. പിന്നെ ഈ റൈറ്റർ ആൻഡ്രൂ സുലുവൻ മറ്റൊരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒരു പ്രാവശ്യം അയാളുടെ യാത്രയിൽ ഐപോഡ് എടുക്കാൻ മറന്നുപോയി. പാനിക്. അപ്പോൾ അത് പരിഭ്രാന്തരായി. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ കയ്യിലില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണല്ലേ. നമ്മളെപ്പോഴും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും വിളിച്ചാലോ എന്തെങ്കിലും മെസ്സേജ് നോക്കണ്ടേ. But then something else I noticed, the rhythms of others again, the sound of the airplane, the opinions of the taxi driver, the small social cues that had been obscured before. ഞാൻ എൻ്റെ ഐപോഡ് ഇല്ലാതെ നടന്നപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിച്ചത് അല്ലേ. എന്തൊക്കെ ശ്രദ്ധിച്ചു? നോട്ടീസ് ദ റിതംസ് ഓഫ് അതേഴ്സ്, ദ സൗണ്ട് ഓഫ് എയർപ്ലെയിൻ, ദ ഒപ്പീനിയൻസ് ഓഫ് ദ ടാക്സി ഡ്രൈവർ, ദ സ്മോൾ സോഷ്യൽ ക്യൂസ് that obscured means hidden, that were there but he didn't notice because of the smartphone or iPod. ഇവിടെ ഈ റൈറ്റർ ഐപോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിന് ഈക്വൽ ആണ് കേട്ടോ. I noticed how others related to each other and I felt just a little bit connected again and a little more aware. ഞാൻ പലതുമായിട്ട് വീണ്ടും കണക്റ്റഡായി. എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അവയർനെസ് ഉണ്ടായി. Try it. There is a world out there and it has a soundtrack all on its own. അല്ലേ, ഒന്ന് ട്രൈ ചെയ്യൂ. There is a world out there and it has a soundtrack all on its own. നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്, അതിന് അതിൻ്റേതായ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഐപോഡ് ഇല്ലാതെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഇല്ലാതെ കുറച്ച് നമ്മൾ പുറത്തേക്ക് നടന്നാൽ വി ക്യാൻ എൻജോയ് ഇറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലുള്ളത്. ഇതൊരു ആർട്ടിക്കിളാണ്. പിന്നെ ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേജ് നമ്പർ 173, ടെക്നോളജി മേക്കിംഗ് സൊസൈറ്റി അലൈവ്. നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിക്കൽ ഡിവൈസസ് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയെ അലൈവ് ആക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ദ മെറിറ്റ്സ് ഓഫ് ടെക്നോളജി.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യൂസസ് ഓർ ദ മെറിറ്റ്സ് ഓഫ് ടെക്നോളജി ഓർ ഇൻ്റർനെറ്റ് ഓർ സൈബർ സ്പേസ്. അതിന് അതിൻ്റേതായ ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ധാരാളം മെറിറ്റ്സ് ഉണ്ട്. ടെക്നോളജിക്കൽ ഡിവൈസസിന് മെറിറ്റ്സ് ഉണ്ടെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിലും അതിന് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ പോയിൻറ്റ്സ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് കുറച്ച് മെറിറ്റ്സ് ആണ്. ടെക്നോളജി മേക്സ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. ടെക്നോളജി അഫോർഡ്സ് ഡൈവേഴ്സ് ഫോർമാറ്റ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ. ഇതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്ന കുറേ പോയിൻറ്റ്സ് ആണ് സൈബർ സ്പേസിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, യൂസസ് ആൻഡ് മിസ്യൂസ് ഓഫ് സൈബർ സ്പേസ്. ആ വീഡിയോയിൽ ഞാൻ കുറേ പോയിൻറ്റ്സ് തരുന്നുണ്ട്. ജസ്റ്റ് അത് നോക്കി പഠിച്ചാൽ മതി. അത് തന്നെയാണ് ഇതിൻ്റെയും ആൻസർ. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓൺ ദ നെക്സ്റ്റ് ലെസൺ. ബൈ ബൈ.